മാടായി വടുകുന്ത ശിവക്ഷേത്രത്തിലേക്ക് എത്താൻ റോഡില്ലാത്തത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു. ദുർഘടപാതയിലൂടെയാണ് നിലവിൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലെ അതിപ്രശസ്തവും പുരാതനവുമായ ക്ഷേത്രമാണ് മാടായി വടുകുന്ത ശിവക്ഷേത്രം. ചരിത്രപരമായ സവിശേഷതകൾ കൂടി നിറഞ്ഞ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാനുള്ള റോഡാണ് ജനങ്ങൾക്ക് ദുരിതമാവുന്നത്. കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനത്തു നിന്നും ദിവസേന നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്താറുള്ളത്. ഉത്സവ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തും. എന്നാൽ കാൽനടയാത്ര പോലും ദുസ്സഹമായ ദുർഘട പാതയിലൂടെയാണ് ജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടത്. ഇവിടെ റോഡ് വേണമെന്നുള്ളത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. പാറയും കുഴിയും കല്ലും നിറഞ്ഞ വഴിയിലൂടെയാണ് ബസ് ഉൾപ്പെടെ എത്തുന്നത്. ഇതിലൂടെ സഞ്ചരിച്ച് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. പൊതുജനങ്ങളെയും ഭക്തന്മാരെയും എല്ലാവരുടെയും ആവശ്യമാണ് ഈ റോഡൊന്ന് ഗതാഗത യോഗ്യമാക്കാൻ. നിരവധി തവണ ആൾക്കാരെ സമീപിച്ചപ്പോൾ അടുത്ത് ചെയ്യും എന്ന് പറയുന്നത് ഇത്രയും നല്ല വരുമാനമുള്ള ഒരു അമ്പലത്തിൽ ഇങ്ങനെ റോഡ് വളരെ ശോചനീയാവസ്ഥമായ റോഡിലേക്കൂടെ വാഹനം പോകുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടിൽ നമ്മൾ ഓടുന്നു. ചില അത്രയും പാറ ഇട്ടടിച്ചിട്ട് പുതിയ വണ്ടിയിലുമായിട്ട് ഒരു മാസത്തിൽ തന്നെ വണ്ടിക്കെല്ലാം പണി വന്നു. ടയർ പഞ്ചറായി കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഷോക്ക് ഓബ്സറിന് കംപ്ലൈൻറ്റ് വരുന്നു, വണ്ടി ഒച്ചപ്പാടാവുന്നു. 4 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്താ പറയേണ്ടത്, പുതിയ വണ്ടീൻ്റെ ഒരു കണ്ടീഷനേ അല്ല ഇപ്പോൾ. അത്രയും ബുദ്ധിമുട്ടിൽ ഓടുന്നുണ്ട്. ഞാൻ ജീവിക്കാണ്ടേ. മാടായിപ്പാറയോട് ചേർന്നാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള റോഡ് നിർമ്മിക്കേണ്ട സ്ഥലം നിലവിൽ മാടായിക്കാവുമായി ബന്ധപ്പെട്ട ദേവസ്വത്തിന്റെ കീഴിലാണ്. റോഡിനായി അനുമതി ലഭിച്ചാൽ തുടർ നടപടികൾ ഉണ്ടാവുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. ഈ ക്ഷേത്രഭൂമി തിരുവർക്കാട്ട് ദേവസ്വത്തിൻ്റെതാണ്. വടുകുന്ന ശിവക്ഷേത്രത്തിന് ക്ഷേത്രഭൂമി എന്ന് പറയുന്നത് ക്ഷേത്ര മതിൽക്കെട്ട് വരെ മാത്രമാണ്. അപ്പോൾ ഒരു പ്രധാന തടസ്സം എന്ന് പറയുന്നത് തിരുവർക്കാട്ട് ദേവസ്വത്തിൻ്റെ ഭൂമി അത് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കൃത്യമായ മാർഗനിർദ്ദേശത്തിലൂടെ മാത്രമേ ആ റോഡ് സൗകര്യം നമുക്ക് ഒരുക്കാൻ പറ്റൂ. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് സ്വന്തം ചെലവിൽ ഒരു റോഡ് നിർമ്മിക്കുക അസാധ്യമാണ്. അതിന് തിരുവർക്കാട്ട് ദേവസ്വത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും പൂർണ്ണമായ അനുമതിയും അവരുടെ മുൻകൈ എടുക്കൽ ഇതിന് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ഈ റോഡ് ഇതേ നിലയിൽ തന്നെ തുടരും. മാടായിക്കാവിലെ പൂരോത്സവത്തിന് ദേവി വിഗ്രഹവുമായി ക്ഷേത്രം മൂത്തപിടാരറും സംഘവും ഈ പാതയിലൂടെയാണ് കാൽനടയായി വടുകുന്നത്തപ്പനെ കാണാൻ എത്താറുള്ളത്. ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്ത് എത്രയും വേഗം റോഡ് നിർമ്മിക്കാനുള്ള നടപടി വേണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.